നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന സൂര്യയുടെ പുതിയ സിനിമയായ കങ്കുവയെക്കുറിച്ചാണ്. ഈ സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പെട്ടെന്ന് മലനിരകളിൽ ശാന്തമായൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലില്ലേ, അതാണ് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അതായത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് അതാണ്. നമ്മൾ ഈ സിറ്റിയിൽ നിന്ന്, ഈ ബഹളത്തിൽ നിന്ന് ഒരു ബഹളവും ഇല്ലാത്ത മലയോരത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യണം. ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ട്രാവൽ ചെയ്ത് അവിടെ എത്താനും താമസിക്കാനുള്ള കാശ് കൊടുക്കണം. അതിന് പകരം ഈ സിനിമയ്ക്ക് വേണ്ടി 150 250 രൂപ വരെയൊക്കെ ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ ഫീലിംഗ് ഈ സിനിമ കഴിയുമ്പോൾ കിട്ടും. അതാണ് സിനിമയുടെ ഏറ്റവും പോസിറ്റീവ്. കാരണം ഈ സിനിമയുടെ 2 മണിക്കൂർ 2.5 മണിക്കൂർ മേലെയും ഒടുക്കത്തെ ബഹളമാണ്. ബഹളം മാത്രമേ ഉള്ളൂ ഈ സിനിമയിൽ. ശബ്ദം കാരണം ശബ്ദമലിനീകരണത്തിൻ്റെ എക്സ്ട്രീമിസ്റ്റ് വേർഷനാണ്. അപ്പോൾ ഈ സിനിമ കഴിഞ്ഞ് പേരെഴുതി കാണിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൽ മ്യൂസിക് നിന്നിട്ട് ഇങ്ങനെ പേരെഴുതി മാത്രമേ കാണിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് തിയേറ്ററിലിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ അതുപോലത്തെ ഒരു സൈലൻറ്റ് സ്പേസിലെത്തിയൊരു ഫീലാണ്. ശരിക്കും നമുക്ക് ആ സമയത്ത് ധ്യാനിക്കാൻ പറ്റും. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. അപ്പോൾ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ഈ സിനിമ എനിക്ക് വർക്കായില്ല എന്ന് പറയാൻ. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശിവ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്. അത് ആ ഡയറക്ടറിൻ്റെ ഇതിന് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമ പോലും പൂർണ്ണമായി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമകളല്ല പുള്ളിയുടെ. അതുപോലൊരു ഡയറക്ടറിൻ്റെ ഒപ്പം സൂര്യ എന്ത് ഇതിലാണ് ഇദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തത് ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഇവരുള്ള ഡേറ്റ് കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഇതുപോലത്തെ സിനിമകൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയും കാശ് മുടക്കുന്ന ആൾക്കാർ വരുന്നത്. സൂര്യ ഇത്രയും നാളിന് ശേഷം തിയേറ്ററിൽ വരുന്ന സിനിമയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്നു. എല്ലാവർക്കും ഈ സിനിമയിൽ നിന്ന് എക്സ്പെക്റ്റേഷൻ ഉണ്ടെന്നുള്ളത് വെച്ചിട്ട് തന്നെ. ഐ ഡോണ്ട് നോ ഹൗ പീപ്പിൾ എക്സ്പെക്ട് സംതിങ് ഫ്രം ദിസ് ഡയറക്ടർ. അപ്പോൾ എന്തായാലും സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ഈ പുനർജന്മം ആണ് സിനിമയുടെ ഒരു ബേസിക് ഐഡിയ. അതായത് ഈ സൂര്യയുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ക്യാരക്ടറിന് ഒരു ബൗണ്ടി ഹണ്ടറാണ്. അപ്പോൾ പുള്ളി ബൗണ്ടി ഹണ്ടറിങ് ചെയ്യുന്ന സമയത്ത് ഒരു കൊച്ചിനെ മീറ്റ് ചെയ്യുന്നത്. ആ കൊച്ചിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാണ്. അപ്പോൾ ഇവർ മീറ്റ് ചെയ്യുന്നതും ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് പുള്ളിക്ക് ഇവരുടെ പാസ്റ്റ് ഓർമ്മ വരുന്നതും ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താണ് പാസ്റ്റിൽ എന്നുള്ളതൊക്കെയാണ് സിനിമ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സിനിമയിൽ ഭൂരിഭാഗവും പാസ്റ്റിലാണ് ഹാപ്പി ചെയ്യുന്നത്. പാസ്റ്റിൽ പുള്ളി കങ്കുവ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇവരുടെ കഥയാണ് ഇതിനകത്ത് പറയുന്നത്. ഇവരെന്തുകൊണ്ടാണ് ഈ ജന്മത്തിൽ മീറ്റ് ചെയ്യുന്നതെന്നും അതിനുള്ളൊരു എക്സ്പ്ലനേഷനാണ് എൻ്റെ സിനിമ എന്ന് പറയുന്നത്. അത് ഒരു ആക്ഷൻ ഒക്കെ വെച്ച് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ ഇതാണ് ബേസിക് പ്ലോട്ട്. ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ, കോർ ഐഡിയ എന്ന് പറയുന്ന സംഭവം എനിക്ക് മനസ്സിൽ ഇത്രയൊക്കെ ഇഷ്ടമായി. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് അത്രയും മോശമായിട്ടാണ്. ഡയറക്ടർ എന്ന രീതിയിലും എഴുതിയ ആളെന്ന രീതിയിലൊക്കെ വളരെ മോശമായിട്ടാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ VFX ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ മോശമാണ് ഇതിൻ്റെ VFX. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഈ അടുത്തായിട്ടൊന്നും ഞാൻ ഇത്രയും മോശം സൗണ്ട് ഡിസൈനുള്ളൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല ഇവർ അറ്റ്മോസ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്ന എല്ലാ സ്പീക്കറും ഒരുമിച്ച് നമ്മുടെ ചെവിക്കല്ലിൽ അടിച്ചു വരുന്ന രീതിയിൽ സൗണ്ട് ഇടുന്നതാണോ? എത്ര പേർക്ക് ഈ സിനിമയിൽ എന്തെങ്കിലും സെപ്പറേഷൻ ഫീൽ ചെയ്തെന്ന് അറിഞ്ഞാൽ എനിക്ക് കൊള്ളാമെന്നുണ്ട്. എനിക്കൊന്നും തോന്നിയില്ല. എനിക്ക് എല്ലാം കൂടി ഒരു ബോൾ പോലെ വന്നതിനെ തലക്കടിക്കുന്ന പോലെയാണ് തോന്നിയത്. ഇത്രയും മോശം സൗണ്ട് ഡിസൈൻ ഞാൻ KGF ചിലപ്പോൾ ഇവർ KGF കണ്ടിട്ടുണ്ടോ തിയേറ്ററിൽ. അപ്പോൾ KGF ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു, ഭയങ്കര ഒച്ചയുള്ള DCP ആയിരുന്നു. അപ്പോൾ ഇവർക്ക് തോന്നി ഓക്കെ ബിഗ് ബഡ്ജറ്റ് സിനിമ ഉണ്ടാക്കാനുള്ള ലിസ്റ്റ് ഉണ്ടാക്കുക. വാർ സീൻസ് ടിക്ക് ബാഹുബലി കണ്ടു. KGF 2 ഭയങ്കര സൗണ്ടുള്ള DCP ടിക്ക്. അതായത് ഇങ്ങനെ ഓരോരോ സാധനം ടിക്ക് ചെയ്ത് വെച്ചിരിക്കേണ്ട, അതിങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ മറ്റേ പുള്ളിനെ വെച്ചിട്ട് ഒരു ഹൃദയം എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഈ ഇങ്ങനത്തെ ഒരാൾ വളർന്നു വരുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ കോളേജ് ലൈഫിൽ നിന്ന് അഡൾട്ട് ആവുന്ന വരെയുള്ള സംഭവങ്ങൾ എടുക്കുമ്പോൾ അതിന് കുറേ ക്ലീഷേഴ്സ് ഉണ്ടാവും. ആ ക്ലീഷേഴ്സ് ഇങ്ങനെ എഴുതി വെച്ച് ടിക്ക് സ്ക്രിപ്റ്റിൽ ഉണ്ടാക്കില്ല. അതുപോലെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇത് ആ ലെവലിലുള്ളൊരു സിനിമയാണെന്നല്ല, ഇത് വളരെ മോശം സിനിമയാണ്. അപ്പോൾ എനിക്ക് ആ സിനിമ ഇഷ്ടമല്ലെങ്കിൽ പോലും അതൊന്നും ഇതിനൊന്ന് ചരടി കെട്ടാൻ പോലും ഉള്ള ആ സിനിമയുടെ ചരടി കെട്ടാനുള്ള യോഗ്യതയൊന്നും ഈ കങ്കുവ എന്ന സിനിമയ്ക്കില്ല. ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ ഇതിൻ്റെ പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടമൊന്നും ആയില്ല. പിന്നെ ആകെയുള്ള കങ്കുവ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അതാണ് സത്യം പറഞ്ഞാൽ ഉള്ളതിൽ ഭേദപ്പെട്ടിട്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എല്ലാവരും മുഴുവൻ നേരം കാണുന്ന ഒച്ചയെടുക്കും. സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നൊരു ക്യാരക്ടറില്ലേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ, പുള്ളി ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഞാൻ ബിഗ് ബോസ് കാണാത്തതുകൊണ്ട് എനിക്ക് പുള്ളിനെ അത്രയും അറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ സുഹൃത്ത് പുള്ളിയുടെ ഈ
ഇവൻസിനെ കുറിച്ചുള്ള വീഡിയോസ് സെൻഡ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചുള്ള പുള്ളി എന്തെങ്കിലും പറഞ്ഞ് ഒച്ചയെടുക്കും. എന്തിനാ ഒച്ചയെടുക്കുന്ന അറിയില്ല. അപ്പോൾ അതുപോലെയാണ് ഇതിലത്തെ എല്ലാ കഥാപാത്രങ്ങളും. മുഴുവൻ നേരം ഇങ്ങനെ സത്യം പറഞ്ഞാൽ സിനിമ തീർന്നു കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും തമ്മിൽ നോക്കിയിട്ട് ഇതുപോലെ ഒച്ചയെടുത്താണെന്നൊക്കെ ആലോചിച്ചിരുന്നു. അത് നമ്മൾ ആ ഒരു ലെവലിലേക്ക് അവർ നമ്മളെ താഴ്ത്തും. പിന്നെ സിനിമയുടെ 3D സത്യം പറഞ്ഞാൽ റേസ് 3Dക്കാർ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് 3D വർക്ക് ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ARMൻ്റെ എല്ലാ പോസിറ്റീവ്സ് ഉണ്ടാകുന്നതാണ്. അതിൻ്റെ നെഗറ്റീവായിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ കറയും ചെയ്തു. ഇതൊരു ബെസ്റ്റ് 3D സിനിമ എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല. ബട്ട് ഇതൊരു നല്ല കൺവേർഷൻ 3D ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ഗംഭീരമല്ല, എന്നാലും ഇറ്റ്സ് എ ഗുഡ് 3D കൺവേർഷൻ. കാരണം ഇതിൽ ARMനെ പോലെ തന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്ന സീക്വൻസ് ഒരുപാടുണ്ട്. ഒബ്വിയസ്ലി ആ അടുത്തേക്ക് വരുന്ന സാധനങ്ങളെല്ലാം VFX ആയിരുന്നു. പക്ഷേ സ്റ്റിൽ 3D കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടുത്തേക്ക് എത്തിക്കാൻ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡെപ്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ARMലെ പോലെ ഈ മനുഷ്യരുടെ സീക്വൻസ് കാണുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ കൊണ്ട് അൾട്രാ വൈഡ് ആംഗിൾ വെച്ച പോലെ വലിഞ്ഞ് നീളുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ ഇത് റേസ് 3Dക്കാരുടെ ബെസ്റ്റ് 3D വർക്ക് ഈ സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ എന്നൊരു 3Dക്ക് വേണ്ടി സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ പറയില്ല. കാരണം ഈ സിനിമ അത്ര സഹിക്കാൻ പറ്റിയൊരു സിനിമയൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളതിൽ ഭേദം സൂര്യയാണ്. പക്ഷേ സൂര്യ ഭയങ്കര അടിപൊളിയാണെന്നൊന്നുമുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പുള്ളി ഇതിലെ പ്രസൻറ്റ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് വളരെ വളരെ ബോറായിട്ട് ഓവറായിട്ടുമാണ്. സൂര്യൻ ഇത്രയും മോശമായി അഭിനയിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് സൂര്യയുടെ മിസ്റ്റേക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഈ ഡയറക്ടറിൻ്റെ മിസ്റ്റേക്കാണ്. ഈ പുള്ളിയുടെ വേതാളം എന്ന സിനിമയുണ്ട്, അതിനകത്ത് ശ്രുതി ഹാസൻ്റെ ഒരു എൻ്റയർ സീക്വൻസ് ഉണ്ട്. ആ എൻ്റയർ സീക്വൻസ് ആ സിനിമ ഹിറ്റായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് പുള്ളി അതൊന്നും പാഠം പഠിച്ചില്ല. അതൊരു മോശമായിട്ടാണത് കാണിച്ചിരിക്കുന്നത് പുള്ളി മനസ്സിലാക്കാൻ റെഡിയല്ല. ആ എൻ്റയർ ടൈപ്പിലാണ് ഇതിലത്തെ പ്രസൻറ്റ് സീക്വൻസുകൾ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് റിവ്യൂ ചെയ്യുമ്പോൾ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ റിവ്യൂ ഒരു മോശം കാര്യമാണെന്നൊക്കെ പറയുന്ന പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ സിനിമ ഹിറ്റാണെങ്കിൽ അല്ലെങ്കിലും ഈ സിനിമാക്കാരൊക്കെ മനസ്സിലാക്കണം, ഈ ഭാഗങ്ങളൊന്നും ആൾക്കാർക്ക് ഇഷ്ടമായിട്ടില്ല. ഈവൻ മേജർ ചങ്ക് ഓഫ് ഓഡിയൻസ് നിങ്ങളുടെ സിനിമ കണ്ട് ഹിറ്റാക്കിയെങ്കിലും ഈ ഭാഗങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുള്ളത് മനസ്സിലാക്കി അത് തിരുത്താൻ നോക്കുകയാണ് ഒരു നല്ല ഡയറക്ടർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പുള്ളി ഇതിന് റെഡിയല്ല എന്നുള്ളതാണ് ഈ സിനിമ പ്രൂവ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും. പിന്നെ ഈ ശിവയുടെ സിനിമയിൽ ഭയങ്കര ഓവറായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ എല്ലാം ഓവറാണ്, പക്ഷേ പാസം ഭയങ്കര ഓവറായിരിക്കും. പാസം ഓവർലോഡാണ് പുള്ളിയുടെ ഒരു രീതി. എനിക്ക് പൊതുവേ സബ്റ്റിലിറ്റി വേണം. ഈ സിനിമയിൽ സബ്റ്റിലിറ്റി ഒന്നും സംഭവമില്ല കേട്ടോ. ഈ സിനിമയിൽ നമ്മൾ ഇച്ചപ്പാട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഇമോഷണൽ സീക്വൻസുകളൊക്കെ വരുമ്പോൾ നമുക്ക് ശാന്തത കിട്ടണം. ഈ സിനിമ അതിനൊന്നും ട്രൈ ചെയ്യുന്നില്ല. സിനിമ മുഴുവൻ നേരം ഒച്ചപ്പാടും ബഹളമാണ്. നമുക്കൊരു ഇതിനു വേണ്ടി ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരു ശ്വാസം പെടാനുള്ള സമയമൊന്നും ഈ സിനിമ തരത്തില്ല. വെറുതെ ഇങ്ങനെ ഒച്ചക്കാട് കാരണം നമ്മൾ വെറുപ്പിക്കലാണ് ഈ പടത്തിൻ്റെ മെയിൻ ഹോബി. അപ്പോൾ ഇതിൽ പാസത്തെക്കുറിച്ച് എടുത്തു വെച്ചാൽ എല്ലാ സിനിമയിലും ഇതുപോലെ ഓവറായിട്ടുള്ള പാസിങ് സീക്വൻസ് പുള്ളിയിട്ടുണ്ടാവും. ഇതിനകത്ത് ഈ കുട്ടി എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അപ്പോൾ പുള്ളി കുട്ടി ഇങ്ങനെ ആ ഒരു ബേർഡിനെ ഒരു തള്ളപ്പക്ഷി കൊച്ചുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന നോക്കി കരയുവാണ്. ഇത് കണ്ട് സൂര്യ അവിടെ നിന്ന് സങ്കടപ്പെടുകയാണ്. ഞാനിത് കണ്ട് ചിരിക്കുകയായിരുന്നു. ഇത് എന്താണിത്? ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളിത് കണ്ട് കരയണോ? ആ കൊച്ചു നല്ല വെറുപ്പീരാണ്, അത് വേറെ കാര്യം. അതിൻ്റെ ഒപ്പമാണ് ഇത്. ഞാൻ പറഞ്ഞില്ല, ഇത് എനിക്ക് ആക്ടേഴ്സിനെ കുറ്റപ്പെടാൻ ഭയങ്കര മടിയാണ്. കാരണം ഇയാളുടെ സിനിമയായതുകൊണ്ട് നമുക്ക് ആരും പറയാൻ പറ്റില്ല. അതുപോലെ ആയിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. അയാൾക്ക് വേണ്ടത് ചിലപ്പോൾ ഈ മീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റുന്ന പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ സീൻ വീരത്തിലുണ്ട്. എന്നാൽ ആക്ച്വലി ഇയാളുടെ കുറച്ചെങ്കിലും എനിക്ക് ഇഷ്ടമായ സിനിമയാണ് വീരം. സിനിമ ഇഷ്ടമായിരുന്നല്ല, അതിൽ അജിത്തിൻ്റെ എലിവേഷൻ സീക്വൻസും കാണിച്ചത് എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ബാലയൊക്കെ കടക്കാരോട് ഇവിടെ അതിലെ അനിയന്മാരെ അഭിനയിച്ച പുള്ളിയോട് അജിത്തിന് ചായ കൊടുക്കരുതെന്നുള്ള സീക്വൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ആ ചായ നിങ്ങളെന്തോ ഞാൻ ചായ കൊടുക്കും, അതിന് അയാൾ 5 മിനിറ്റ് ഒരു കഥാപ്രസംഗം നടത്തും. അതാണ് ഇയാളുടെ സിനിമയിലെ എല്ലാ സിനിമയിലും ഉണ്ടാവും അതുപോലെ സീക്വൻസ്. അന്നാത്തെയായിരുന്നു അതിൻ്റെ പീക്ക്. അപ്പോൾ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം വേർഷൻ. അപ്പോൾ ഇയാളുടെ സിനിമയിലെ പാസം എന്ന് പറയുന്നത് ഇന്ന ലെവലാണ്. അപ്പോൾ അത് ഈ സിനിമയിലെ ആൾ ഭംഗിയായി കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദിശ പാട്ടേൽ നല്ല ബോറായിരുന്നു, വെറുപ്പിക്കുകയായിരുന്നു. പിന്നെ അതുപോലെ കോമഡിയായിട്ട് ചെയ്ത നടന്മാരെല്ലാം ഉള്ളവർ നല്ല വെറുപ്പിക്കലായിരുന്നു. ബോബിഡികൾ എന്തിനു വേണ്ടി തിളക്കും സാമ്പാറാണ് സിനിമയ്ക്കകത്തും. പുള്ളിക്കൊന്നും ചെയ്യാനില്ല. പുള്ളി വരുന്നു, വച്ചെടുക്കുന്നു, ചാവുന്നു. ഇത്രേ ഉള്ളൂ പുള്ളിയുടെ റോൾ. ഒരു സാധാ വില്ലൻ, പുള്ളിക്കൊന്നും ചെയ്യാനില്ല സത്യം പറഞ്ഞാൽ. സ്പോയിലറാണെന്ന് തോന്നരുത്, ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതല്ല ഇതിനകത്ത്. പിന്നെ ഇതിനകത്തൊരു കെമിയോ ഉണ്ട്. ഈ സിനിമ അത്ര നല്ല വെറുപ്പീരായതുകൊണ്ട് ആ കെമിയോ ഒന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ആരും. പിന്നെ ഇതിലത്തെ ആക്ഷൻ സീക്വൻസുകളൊന്നും അത്ര നല്ലതല്ല, വളരെ ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല രീതിയിൽ എക്സിക്യൂട്ടീവ് ചെയ്തിട്ട് പോലും ഇല്ല ആക്ഷൻ സീക്വൻസുകൾ. ഇനി ഇയാൾ എന്തിനാണ് ഇത്ര കാശ് മുടക്കിയെന്ന് എനിക്കറിയില്ല. എല്ലാ രീതിയിലും
വളരെ ബോറായിട്ടുള്ളൊരു സിനിമയാണത്. അങ്ങനെ അല്ലാന്ന് അഭിപ്രായമുള്ളവരുണ്ടോയെന്ന് അറിയാൻ എനിക്കും താല്പര്യമുണ്ട് സത്യം പറഞ്ഞാൽ. സൂര്യയുടെ ഫാൻസ് അല്ലാത്തവർ ഉപയോഗിച്ച് സൂര്യയുടെ ഫാൻസിന് ഭയങ്കര എക്സ്പെക്റ്റേഷനൊക്കെ ഉള്ള സിനിമയാണ്. അണ്ണൻ തകർക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനുള്ള സിനിമയാണ്. അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇഷ്ടമായി കാണും. അല്ലാത്ത ആൾക്കാർ, ഒരു ന്യൂട്രൽ ഓഡിയൻസിന് ഈ സിനിമയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് ഈ സിനിമ എൻ്റയർലി ഒട്ടും വർക്കാവാത്തൊരു സിനിമയാണത്. മാത്രമല്ല എനിക്ക് നല്ല വെറുപ്പിക്കലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി അങ്ങനെ അല്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കും എൻ്റെ അഭിപ്രായമാണോ അല്ലെങ്കിൽ എതിരെ അഭിപ്രായമാണോ എന്നുള്ളത് ചുമ്മാ താഴത്ത് കമൻറ്റ് ബോക്സിൽ ഇടുക. എനിക്കും ചുമ്മാ വായിക്കാനും അറിയാനും താല്പര്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇത്ര നേരം ഈ വീഡിയോ കാണുന്ന നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.